So now coming back to ചക്കപ്പഴം, ഞാൻ ചക്കപ്പഴത്തിൽ എത്തിയ സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ ആർട്ടിസ്റ്റുകൾ പൊതുവെ എല്ലാവരും ടീന ചേച്ചിയൊക്കെ പറഞ്ഞൊരു സാധനം എന്താ വെച്ചാൽ ശ്രുതി ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അത് എന്ത് ആസ്പെക്റ്റിലാന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിങ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വെള്ളെടുത്ത് പോകും ശ്രുതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് റാഗ് ചെയ്ത് എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? റാഗിങ് അല്ല, അത് ഫോർ ഫണ്ണും അല്ല, അവർ ലിറ്ററലി കരഞ്ഞിട്ടുണ്ട്. നീ സ്ട്രഗിൾ ചെയ്ത പോയിന്റിലൊക്കെ ഇപ്പൊ ടെസ വന്നപ്പോഴൊക്കെ ടെസ്സൊക്കെ ശരിക്കും, കാരണം എനിക്ക് ടെസ ചേച്ചി എന്നോട് പറഞ്ഞത് ഈ സാധനം നീ രക്ഷപ്പെട്ടതാണ്, നമ്മളൊന്നും വരുന്ന പോലും ഇല്ല നിന്റെ സീൻ എടുക്കുമ്പോ എന്നുള്ളത്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടെസ വന്ന സമയത്ത് ടെസേനെ നമ്മൾ ഓൺലൈൻ വഴി ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട്, അപ്പൊ ഞങ്ങളൊരു 10 പേര് ഇങ്ങനെ കൂടി നിൽക്കാണ്. എനിക്ക് പൊതുവെ ഒരാൾ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തൊന്ന് ഈസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് ചക്കപ്പഴത്തിൽ വന്ന സമയത്ത് അച്ചേച്ചിയൊക്കെ അത് തന്നിട്ടുണ്ട്. അപ്പം ലുക്ക് നമുക്ക് തരുന്ന ഒരു അറിവ് നമ്മൾ ഫോളോ ചെയ്യണം. നല്ലത് എടുക്കണം എപ്പോഴും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല കാര്യമാണ് അച്ചേച്ചിയുടെയൊക്കെ. അച്ചേച്ചിക്കും ആക്ടിംഗ് ഒന്നും അറിയത്തില്ല, പക്ഷെ അച്ചേച്ചി വാസ് എ ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു എനിക്കത്. അപ്പൊ എനിക്ക് അച്ചേച്ചിനെ അത്ര ഇഷ്ടമുള്ള ഒരാളുടെ അടുക്കൽ എനിക്ക് കുറച്ച് ഇതായിരുന്നു. പക്ഷെ എനിക്ക് നെർവസ്നെസ് ഒന്നും ഇല്ല, പക്ഷെ ആ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് തന്നൊരു ഇതുണ്ട്. അപ്പൊ ഐ തോട്ട് ഓക്കെ, ഇവർ ഇത്രയും ഫേമസ് ആയി ഇത്ര ആയിട്ട് നിന്നിട്ടും ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അച്ചേച്ചി ഇസ് എ ജം ഓഫ് എ പേഴ്സൺ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ ഒരാളെ നോക്കി കാണത്തില്ലേ അങ്ങനെ. അത് ഒരാളല്ല കേട്ടോ, ലൈക്ക് അബൌട്ട് അശ്വതി ചേച്ചി ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ജെനുവിൻ ആണ്, മറ്റേ പ്രിറ്റൻഡ് ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അങ്ങനെയില്ല. ഞാൻ പൊതുവെ എനിക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് ഈസി ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് അച്ചേച്ചിയുടെ അടുക്കെന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് കാരണം ഞാൻ പൊതുവെ അപ്പൊ ഈ ടെസനെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നെന്ന് പറഞ്ഞാൽ ടെസ ഈസ് എ സീനിയർ ആർട്ടിസ്റ്റ്, പട്ടാളത്തിലൊക്കെ മമ്മൂട്ടിയുടെ നായികയായിട്ടൊക്കെ. അപ്പൊ നമ്മളും വിചാരിച്ചു ഓക്കെ ജാടായിരിക്കും, വെറുതെ എന്തിനാ നമ്മൾ അവിടെ ചെന്നിട്ടെന്നുള്ള രീതിയിലാണ് തന്നെ. പക്ഷെ ടെസനൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പാവം വന്ന് ലിറ്ററലി കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് ലുക്ക്, സിനിമ ഈസ് ഡിഫറെന്റ്, സിറ്റ്കോം ഈസ് ഡിഫറെന്റ്. അതിലോട്ടൊന്ന് കോപ്പപ്പ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഇൻ ബിറ്റ്വീൻ ഷീ ഹാവ് ഡൺ സീരിയൽ. അപ്പൊ ഇതെല്ലാം കൂടെ കിടക്കുകയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അഡാപ്റ്റബിൾ ആണ്. ഞാൻ പെട്ടെന്ന് തന്നെ മറ്റേ ഒഴുകി പോലെ പോകും. പക്ഷെ ടെസ അങ്ങനെ ആയിരുന്നില്ല. നിന്റെ കേസിൽ മേ ബി ഇത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് സത്യമായിട്ട് അത് നീ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നു. അതെ, മേ ബി അത് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഞാൻ എപ്പോഴും നിന്റെ സീൻ വരുമ്പോഴാണെങ്കിലും അവിടെ വന്ന് നിന്ന് ഇത് എങ്ങനെ പോകുന്നു എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു പോയിന്റിൽ നീ ആ ഫ്ലോയിൽ എത്തിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ബാക്കിൽ നിന്ന് മാറുന്നത്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് കുറെ പ്രഷർ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നീ അത് നന്നായിട്ട്, കാരണം എനിക്ക് ഈ സ്ട്രഗിൾ അറിയാവുന്നത് കൊണ്ട് നന്നായിട്ട് വരണം എന്നുള്ളത് എനിക്ക് ഇപ്പുറത്തു നിന്നുണ്ടായിരുന്നു. സോ അത് കാരണം ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് ഇത് ഓക്കെ ആക്കുന്നത്. അപ്പൊ ഞാൻ ആ സീനെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ നിന്നെ മാത്രം ശ്രദ്ധിക്കുന്നത്. നിന്റെ മാനറിസം എന്താണ്, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ തിരുത്തണം. എന്നിട്ട് ഞാൻ ഇപ്പുറത്ത് വരുമ്പം അതാണ് കറക്റ്റ്. ദാറ്റ്സ് വൈ ബേബി ദേ സെഡ് ഇപ്പൊ നീ പറഞ്ഞല്ലോ യു ആർ സമ്മൺ ഹു അഡാപ്റ്റ്സ് ടു തിങ്സ്, അല്ലെങ്കിൽ ആ ഫ്ലോ പെട്ടെന്ന് കിട്ടുന്ന ഒരാളാണെന്ന്. പക്ഷെ നമുക്കറിയാലോ, നീ തന്നെ ഓപ്പൺലി പല ഇന്റർവ്യൂലും പറഞ്ഞൊരു കാര്യമാണ് ഇത്, നിനക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം ഇല്ലാത്ത കുറച്ച് ഫേസസ് ഓഫ് ലൈഫ് ഉണ്ട്. അതിൽ നിന്നും നീ ഫ്ലോ ചെയ്തിട്ടാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ആ ഫ്ലോയിൽ ഓർക്കാൻ ഭയങ്കരമായിട്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാ? ആ ഫ്ലോയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൂയിസൈഡ് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചതല്ല. ദാറ്റ്സ് ഫൈൻ. ഞാൻ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അഭിമാനിക്കുന്നു. ഞാൻ ഇങ്ങനെ വരുന്നവരോട് എനിക്ക് എപ്പോഴും കുറേ മെസ്സേജസ് വരും ഡിപ്രഷനുള്ള കുട്ടികളുടെ. എനിക്ക് മാക്സിമം പറ്റുന്ന അത്രയും ഞാൻ റിപ്ലൈ ചെയ്യും. പിന്നെ നമുക്കും ടൈം വേണമല്ലോ നമുക്കിത് റിപ്ലൈ കൊടുക്കാനും ഒക്കെ. അപ്പം ഇതെനിക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു ഇതാണ്. കാരണം ഐ തോട്ട് ഇത് നമ്മൾ മിണ്ടാതെ വെക്കുന്നതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന്. ഒരിക്കലും അല്ല. എനിക്കിപ്പം നീ ഇത് ചോദിക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു നോർമൽ സംഭവം പോലെ ഇത് പറയാൻ പറ്റുന്നത് തന്നെ ഞാനിത് തന്നെത്താനെ ഇവിടം വരെ എത്തിയതാണ്. എനിക്കൊരു കോച്ചിങ്ങും ഇതും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കോച്ചിങ്ങിന് പോകണ്ടെന്നല്ല പറഞ്ഞത്. കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ വന്നപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. കാരണം എല്ലാവരും അതിന് ഓക്കെ ആകണമെന്നില്ല. അതിന് നമുക്കൊരു വിൽ പവറും നമുക്കൊരു മെൻ്റൽ സ്ട്രെങ്ത്തും തന്നെ വേണം. എനിക്ക് തോന്നുന്നു സംതിങ് ഐ എം പ്രൗഡ് ഓഫ്. ഈ ഒരു സൂയിസൈഡൽ ടെൻഡൻസിന്നാണെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് മൊത്തം പോയി എന്ന് തോന്നിയ സമയത്താണെങ്കിലും ഇതിനൊക്കെ തിരിച്ച് ഞാൻ വന്നത് ഞാൻ തന്നെ. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ലെന്നല്ല, അവരെ ഞാൻ അലോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും
ഞാൻ അലോ ചെയ്തിട്ടില്ല. ഞാൻ പൊതുവേ അങ്ങനെ ഒരാളാണ്. ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിൽ എല്ലാവരും അലോ ചെയ്യും. ഇപ്പം എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടി കേക്ക് മുറിച്ച് അങ്ങനെയാ ചെയ്യാം. എനിക്കിപ്പോൾ ഒരു നല്ലൊരു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ വിളിക്കും, പാർട്ടി ഹാർഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനെ വിളിക്കത്തില്ല. ഇപ്പോൾ ഒരു 3 days ബാക്ക് കൂടെ ഞാൻ ഐ എം അറ്റ് മൈ ലോവസ്റ്റ് പോയിന്റ്. എനിക്ക് ഭയങ്കര ലോ ആയിരുന്നു. എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ബ്ലാങ്ക് സ്പേസിലാണ്. ഇനി എന്ത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. എൻ്റെ കോണ്ടാക്റ്റിൽ എൻ്റെ അത്രയും ക്ലോസ് സർക്കിളുള്ള എത്ര പേരുണ്ടെന്നറിയോ? യു കാൺട്ട് ഈവൻ ഇമാജിൻ. അത്രയും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ വിളിച്ചാൽ ഇപ്പം തന്നെ അവിടുന്ന് എല്ലാം പെട്ടിയും കണക്കെടുത്ത് വരുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഐ നെവർ ടോക്ക്. എനിക്കത് പറ്റത്തില്ല. എനിക്കപ്പോൾ ചിന്ത അവർക്ക് 100 പണിയുണ്ട് ഇപ്പം എൻ്റെ കാര്യം നോക്കാനാണെന്നുള്ളതാണ്. ഞാൻ അവിടെ ഇരുന്നു, എൻ്റെതായ മെഡിറ്റേഷൻ ചെയ്തു, ഞാൻ സീരീസ് കണ്ടു, ഞാൻ സീരീസിൽ ഒരാളായിട്ട് ജീവിച്ചു. ഞാൻ ചില സമയത്ത് ഐ മോക്ക് ദ ക്യാരക്ടർ. അതിനകത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ പോലെ ഞാൻ ഇപ്പുറത്ത് അഭിനയിക്കും. സീരീസ് കണ്ടു കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിയുമ്പം എൻ്റെ മൈൻഡ് മൊത്തം ഞാൻ പിന്നെ ആ ക്യാരക്ടറായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ കഴിക്കുന്നത് അങ്ങനെയായിരിക്കും. അങ്ങനെ വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ടിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളുടെ മൈൻഡിനെയൊക്കെ നമ്മൾ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരെ കബളിപ്പിക്കുന്നതുകൊണ്ട് ഇതിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് നമ്മുടെ മനസ്സിനെ കബളിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഹാപ്പി ഹോർമോൺസ് വീണ്ടും റിലീസ് ആവും. അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസ് ആവും. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ദിസ് ഈസ് ഇറ്റ്. ഞാൻ ഇങ്ങനെ വലുതായിട്ട് ചിന്തിച്ച് നോക്കും, ലോകത്ത് എന്തോരം പ്രശ്നം നടക്കുന്നു, അതിനിടയ്ക്ക് ഈ തുള്ളി പോലത്തെ എൻ്റെ പ്രശ്നം വല്ല പ്രശ്നമാണോ എന്നുള്ളത്. അപ്പം നമ്മളെക്കാൾ ബിഗറായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് വിഷമാവും, ഇവരിത് എന്ത് പറയും, ഇവരെന്ത് പറയും, ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. പക്ഷേ നമ്മളെ അറിയാൻ പാടില്ലാത്തവരെ പറ്റി ചിന്തിച്ച് നോക്കിയേ. നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്നവർക്ക് ആർക്കും നമ്മളെ അറിയത്തില്ല, നമ്മളെ മറന്നുപോയി ഇവരെല്ലാം. നമ്മളിതൊന്നും ബോധമായിരിക്കത്തില്ല ഇവരെന്നെ പറ്റി എന്ത് ചിന്തിക്കുമെന്നോ. നാളെ ഇന്ന് നിന്നെ ഞാൻ തല്ലിയിട്ട് പോയി നാളെ എനിക്ക് അൺഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാലും നിനക്ക് ദേഷ്യം കാണും, പക്ഷെ എനിക്ക് എന്തിനാ ദേഷ്യം? എനിക്കത് ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ അവർ ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രഷർ. അത് മാറ്റിക്കഴിഞ്ഞാലേ പ്രശ്നമില്ല. അത് നമ്മളെ ഹാപ്പി ആക്കാൻ പലർക്കും പലതായിരിക്കും. ഇപ്പൊ എൻ്റെ കാര്യം സീരീസ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. ഞാൻ ഈ മഴയൊക്കെ വരുമ്പം ഞാൻ ഇറങ്ങിയിട്ട് ഡാൻസ് ചെയ്യും. ഞാൻ ചിലപ്പോൾ കരയായിരിക്കും, പക്ഷെ കാണത്തില്ലല്ലോ, മഴയിലല്ലേ. അപ്പം അങ്ങനെ പലർക്കും പലതായിരിക്കും കോപ്പപ്പ് ചെയ്യാൻ. ചിലർക്ക് നല്ല ലൗഡായിട്ട് മ്യൂസിക് കേൾക്കുന്നതായിരിക്കും, ചിലർക്ക് ശാന്തമായിട്ട് ഏതെങ്കിലും പ്ലേസിൽ പോയിരിക്കുന്നതായിരിക്കും, ചിലർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും, ചിലർക്ക് പാർട്ട്ണർ ആയിരിക്കും, ചിലർക്ക് ഫാമിലി ആയിരിക്കും. അപ്പം നമ്മളുടെ ഹാപ്പി പോയിന്റ് അല്ലെങ്കിൽ ഹാപ്പി പിൽ എന്താണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് അവർ ഹാപ്പി പിൽ എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ കാര്യം സ്മൂത്താണ്, പിന്നെ ആ ഒരു വഴിക്ക് പോകും. ദാറ്റ് ഈസ് ദ ബ്രേക്കിംഗ് പോയിന്റ്. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം എനിക്കിപ്പോൾ ക്ലോസ് സർക്കിളിൽ അറിയാവുന്ന ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്. ഹീ സ്ട്രഗ്ലിങ് വെരി ഹാർഡ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹീ ഷുഡ് ഫൈൻഡ് ദ വേ. അതായത് നമ്മൾക്കിപ്പം പറഞ്ഞ് ഉപദേശിക്കാൻ ചെന്നാൽ ചിലർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും നമ്മളെ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ. കാരണം അവർ പോകുന്ന സ്ട്രഗിൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കേൾക്കാൻ നിൽക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ടൈം വേണ്ടപ്പോൾ അവർ നമ്മളോട് ചോദിക്കുക, അപ്പോൾ പോയി ഇരിക്കുക, കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ഫൈൻഡ് ചെയ്യും, എന്നിട്ട് ദേ വിൽ സീക്ക്. ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സീക്ക് ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഐ വോണ്ട് ടു ടോക്ക് എന്നും പറഞ്ഞ് ഞാൻ ലിറ്ററലി കരഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇഫ് ദേ വാണ്ട് ദേ വിൽ സീക്ക്. മാക്സിമം ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും പെട്ടെന്ന് യു വിൽ ഗെറ്റ് ബെറ്റർ. സോ നൗ കമ്മിങ് ടു നെക്സ്റ്റ്, സെക്ഷൽ അബ്യൂസിന്റെ കാര്യം കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇന്റർവ്യൂവിൽ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോൾ ഇതിലൂടെ കടന്നു വന്ന ഒരാൾക്കായിരിക്കും ചിലപ്പോൾ അതിന് എന്ത് പ്രതിവിധി വേണം എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വാട്ട് അക്കോർഡിംഗ് ടു യു, ഇപ്പൊ ഒരു പെൺകുട്ടി, ഇപ്പൊ നിനക്കൊരു പെൺകുട്ടി ആവാം, എനിക്കൊരു പെൺകുട്ടി ആവാം, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ സാഹചര്യം മാറ്റണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോട്ട് പോസിബിൾ. സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല, ബിക്കോസ് വി ഹാവ് ടു ചേഞ്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷെ ആ കുട്ടിയിലേക്ക് എന്തെങ്കിലും നമുക്ക് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെന്താണെന്നാണ് എനിക്ക് തോന്നണേ. ഇപ്പൊ എനിക്ക് എന്റെ കുട്ടിയുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്ന പോലെയാണ്. ഇപ്പൊ എന്റെ കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പ്രസവിച്ചിട്ടില്ല, ഞാൻ കല്യാണമായി കഴിച്ചിട്ടില്ല. പ്രസവിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പം സപ്പോസ് ഐ ഓൾവേസ് തോട്ട് അബൌട്ട് ദാറ്റ്. ഇപ്പം എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ, എനിക്ക് പെൺകുട്ടിയാണെങ്കിൽ എന്നല്ല, എന്നോട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പം എൻ്റെ കസിൻസിനാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് പോയി പറഞ്ഞാൽ അവർക്ക് ഓക്വേർഡ് ആയിരിക്കും. കാരണം ഇപ്പം എൻ്റെ കസിൻസിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ കൊച്ചു പിള്ളേരാ, അവരിപ്പം +1 ഒക്കെ ആവുന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ ഒരു മൈൻഡും നേച്ചറും ഒക്കെ ഒരു K-pop സ്റ്റൈലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വേവിൽ തന്നെ പോകണം ഫസ്റ്റ് ഓഫ് ഓൾ.
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തള്ളവൈബാവും എങ്ങനെയൊക്കെയാണെങ്കിലും. അപ്പോ ലുക്ക് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എന്റെ ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോണും എനിക്ക് പല ടൈമും ഹാർഡ് ആണെങ്കിൽ കൂടെയും വാട്ട് ഐ എം ഡൂയിങ് ഈസ് ദാറ്റ് ദിസ് ഇസ് റെക്കോർഡിക്കൽ. ഇത് ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോവില്ല. അപ്പം നാളെ ഇപ്പൊ എങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ മക്കൾ ഇത് കാണാൻ ഇടവരും. അപ്പൊ ദേ വിൽ ഫീൽ കംഫർട്ടബിൾ. ഓക്കെ, ഷീ ഹാവ് ബീൻ ത്രൂ ദിസ്. ഇതിൽ കൂടെ പോയിട്ടുള്ളത് കൊണ്ട് ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു കാര്യം വരും. അപ്പം ഇതിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് എനിക്ക് പറ്റുന്നു. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ കൊച്ചിലെ തന്നെ നമ്മളുടെ മോളാണ് അങ്ങനെ ഉള്ളതിൽ നിന്ന് മാറിയിട്ട് മാറണം എന്നല്ല, അത് നമുക്ക് പറ്റില്ല. കാരണം എനിക്കൊരു പട്ടി ഉണ്ടായിട്ട് തന്നെ അതിനെ ഞാൻ എൻ്റെ കൺവെട്ടത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റേ വേവലാതിയും വെപ്രാളവും ഒക്കെ. അതുകൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പട്ടിയും കുട്ടിയും കൂടെ കമ്പയർ ചെയ്തെന്ന് പറയുമല്ലോ. ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്, എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മളെ പറ്റി പറയാം, അവരോട് ചോദിക്കാതിരിക്കുക. അതായത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ ഇടയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയും പറയില്ല. എന്നുവെച്ചാൽ അവർക്ക് പേടിയായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളെ ആയിരിക്കും കുറ്റം പറയുന്നത്, നമ്മളിങ്ങനെ ചെയ്തെന്ന് പറയുമോ. നമുക്ക് കഥകളായിട്ട് പറയാം, ഇങ്ങനെ അറിയാമോ ഇന്ന ആന്റി ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ പേര് തന്നെ പറഞ്ഞു, ഡോണ്ട് വറി, എൻ്റെ പേര് ഈ ഒരു ആന്റിക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദേ ഫീൽ ഓക്കെ, എനിക്ക് മാത്രമല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എനിക്ക് അമ്മേനോടൊന്ന് പറയാം, അമ്മ ഇങ്ങനെയാണ്, അവെയറാണ്, ഇതിൽ നമുക്ക് പറയാനും കുഴപ്പമില്ല. നമ്മൾ പലരും എന്താന്ന് പറയാ, ഇപ്പം സെക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിലും ഒക്കെ പിള്ളേർ എന്നുള്ള സാധനം ദാറ്റ്സ് നോട്ട് നെസസറി. കാരണം എന്തായാലും നമ്മുടെ വായി നല്ലാതെ വേറെ എവിടെന്നെങ്കിലും അവരതറിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിള്ളേർ ഏത് വയസ്സിൽ അറിയുന്നതെന്ന് എനിക്കൊരു ഐഡിയ പോലും ഇല്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവാണ്, പിള്ളേർ ഇത്ര ഓപ്പൺ ആണ് ഇതിലേക്ക്. ദേ വിൽ ഗെറ്റ് ടു നോ, എങ്ങനെയാണെങ്കിലും അറിയും. അപ്പം ബെറ്റർ ഫ്രം അവർ മൗത്ത്. കാരണം നമ്മൾ എല്ലാ പിള്ളേരും അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹവും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കേൾക്കുമ്പം അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കതിന് ഒരു സ്ട്രെങ്ത് കിട്ടും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു മാക്സിമം പിള്ളേരെയൊക്കെ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുക. കാരണം നമുക്ക് സൊസൈറ്റീനെ മാറ്റാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ വെരി ബുൾഷിറ്റ് തിങ്കിങ്. നമുക്ക് ആരെ മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് എത്ര പേരെ അറിയാമോ, എൻ്റെ അവർക്ക് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത് ലൈക്ക് കിട്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ പറഞ്ഞു ഡ്യൂഡ്, ഭയങ്കര സംഭവം തന്നെ. എന്നുവെച്ചാൽ ആ നെഗറ്റീവ് കമന്റ് ഇടുന്നതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്നത്. അപ്പൊ അവർക്ക് അത്ര അറ്റൻഷൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് ദേ ആർ ഗെറ്റിംഗ് ആൻ അഡിക്ഷൻ. അതൊക്കെ ഭയങ്കര വേഴ്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ ഈ ലോകത്തോട്ട് കൊണ്ടുവരാൻ തന്നെ എനിക്ക് പേടിയുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പം നമുക്ക് സൊസൈറ്റീനെ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞായിരുന്നു സൈബർ ബുള്ളിങ് കാരണം ട്രിവാൻഡ്രത്ത് ഒരു കുട്ടി മരിച്ചതിന്റെ കാര്യം. അപ്പൊ കുറെ പേര് പറഞ്ഞു അത് സൈബർ ബുള്ളിങ് കൊണ്ടല്ല, വീട്ടുകാർ പറഞ്ഞിട്ടാണ്. വീട്ടുകാരെന്തുകൊണ്ടാണ് പ്രതികരിച്ചത്? ലുക്ക്, ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഐ ഡോണ്ട് നോ ദ ഹോൾ സ്റ്റോറി, ബട്ട് സ്റ്റിൽ ഞാനൊരു ജനറൽ ആയിട്ട് പറയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം, എനിക്ക് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ കല്യാണമാണ്, എൻ്റെ കാമുകനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ട മഞ്ഞ പത്രക്കാരും എല്ലാവരും കൂടെ എടുത്തിട്ടു. ഇത് എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ ഇടയ്ക്കൽ ഈ കാണുന്നവരെല്ലാം നാട്ടുകാരെല്ലാം ഓ മോളുടെ കാമുകനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓ കമൻ്റൊക്കെ കണ്ടു, ഇങ്ങനെയാണോ അഴിച്ചു വിട്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ 10 പ്രാവശ്യം ചോദിക്കുമ്പം നമ്മുടെ അച്ഛനും അമ്മയും വെളിയിൽ പോകുന്നവരാണ്. ഇവർ വന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് പ്രഷർ തീർക്കാൻ പറ്റുന്ന ഒരേ ഒരാളാണ് നമ്മുടെ നെഞ്ചത്ത. അപ്പം നമ്മുടെ അടുക്കേ വന്ന് പറയും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെന്ന്. ഇത് ആർക്ക് വീണ്ടും പ്രശ്നമാവും? നമുക്കാവും. അപ്പം നമുക്ക് ഈ സൊസൈറ്റി എന്നുള്ള പ്രഷറും വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പ്രഷറും പല പ്രഷർ വരുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ടു ഡു വാട്ട് എവർ വി വാണ്ട്. സൂയിസൈഡ് ആയിരിക്കും പിള്ളേർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഞാനൊന്നും അത് ചെയ്യാത്ത ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കണ്ടിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ട്രോങ് ആയിട്ടില്ലാത്തവരുണ്ട്. അപ്പൊ അവര് പറയും അങ്ങനെയുള്ളവര് പബ്ലിക്കലി വരരുതെന്ന്. വാട്ട് ഡ്യൂഡ്, എല്ലാവർക്കും ഉള്ളതല്ലേ പബ്ലിക് പ്ലാറ്റ്ഫോം. അപ്പം നിങ്ങൾക്ക് അതിൽ ഇടപെടാതിരുന്നാ പോരെ. അതാണ് പറഞ്ഞത്. ഇത് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നത് എന്തൊക്കെ നടക്കുന്നത്. അതാ പറഞ്ഞത്, ഇതിലും കൺഫ്യൂഷൻ ആയിരിക്കും ഈ നാട്ടുകാർക്ക്. അങ്ങനല്ല, അല്ല നമ്മളൊരു നമ്മളുടെ വായിൽ നിന്ന് അറിയുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാരണം എനിക്കത് പേഴ്സണലി ഭയങ്കര താല്പര്യമുള്ളതാണ്. ഇപ്പൊ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായാലും എന്താണെങ്കിലും അവരുടെ വായിൽ നിന്ന് ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ദേഷ്യപ്പെടും. അത് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞ അവൻ വന്ന് സത്യമായിട്ട് കാര്യം പറഞ്ഞല്ലോ, അവൾ വന്ന് പറഞ്ഞല്ലോ എന്നുള്ളത് നിൽക്കും. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് അറിയാത്തടത്തോളം എന്നാലും നമ്മുടെ അമ്മ എന്തായിരിക്കും ഇത് പറയാത്ത, അപ്പൊ ഇതിലെന്തോ കുഴപ്പമുണ്ട്, അപ്പൊ നമുക്കിങ്ങനെ നടന്നു, അപ്പൊ മിണ്ടണ്ട
എന്നുള്ളൊരു സാധനം വരും. അവിടെ തന്നെ നമുക്കൊരു ബ്ലോക്കേജ് വന്നില്ലേ. നമ്മളിതെങ്ങനെ അറിയാം? നമുക്ക് മനസ്സ് വായിക്കാൻ അറിയോ? ഇപ്പൊ നമ്മൾ പെറ്റ കൊച്ചാണെങ്കിലും നമുക്ക് മനസ്സ് വായിക്കാൻ അറിയാൻ പറ്റത്തില്ല. അപ്പോ നമുക്കത് അറിയാവോ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലടാ. നമ്മുടെ മൈൻഡിൽ നമ്മൾ ഭയങ്കര പക്ക പേരന്റിങ് നടത്തുന്നു, നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു എന്നൊക്കെ. ചിലപ്പോൾ സ്വന്തം അച്ഛൻ്റെ ആങ്ങളെ ആയിരിക്കും ചെയ്യണത്, ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും. നമ്മൾ എങ്ങനെ അറിയാം? നമുക്ക് ഇവരെല്ലാം ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ അടുക്കൽ ഇവർ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. നോ, ഞാൻ എല്ലാവരെയും സംശയത്തിന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്, എല്ലാവരെയും. കാരണം ദാറ്റ് ഈസ് ദ വേ. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേഫ് ആണ്, അത് നമുക്കറിയാം. നമ്മുടെ മക്കൾ സേഫ് ആണെന്ന് അവർക്ക് അറിയണം. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കുക. ദാറ്റ് ഈസ് ദ ബെറ്റർ വേ. പിന്നെ ഒരു സെൽഫ് ഡിഫെൻസ് എപ്പോഴും പഠിപ്പിച്ചു വെക്കുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് നാടൻ തല്ലെങ്കിൽ നീ ധൈര്യമായിട്ട് തല്ലിക്കോ, കേസിന് പുറകിൽ അമ്മയുണ്ട്. എന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, നീ പോയി തല്ലിക്കോ, ബാക്കി നമുക്ക് നോക്കാം. അതുകൊണ്ട് നിറയെ തല്ലി കേസുണ്ട്. അതെനിക്കൊരു ഭയങ്കര എനിക്കൊന്നും പറ്റാഞ്ഞതും ഒക്കെ മേ ബി അതുകൊണ്ടായിരിക്കും. കാരണം അല്ല, അത്ര സപ്പോർട്ടല്ല. ഞാൻ വേറെ കാര്യത്തിൽ തല്ലി കേസ് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ അമ്മ വഴക്ക് പറയും. ബേസിക്കലി എല്ലാ വീട്ടിലും അമ്മമാര് കടന്ന് വഴക്ക് പറയുമല്ലോ. പക്ഷെ അച്ഛൻ എന്റെ ഒന്നും അനങ്ങാറില്ല, ഒന്നും മിണ്ടാറില്ല. അപ്പൊ എനിക്കറിയാം, കൂടി വന്നാൽ ഞാൻ തല്ലിയാലും എന്റെ അമ്മ പറഞ്ഞ് കുറച്ച് വഴക്ക് പറയും, അച്ഛനൊന്നും പറയില്ലാന്ന്. അതെന്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പല സമയവും ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് നമുക്ക് അവരൊരു ഉറപ്പ് കൊടുക്കണം. കാരണം നമ്മൾ ആദ്യമേ കയറി അവരുടെ മണ്ടയ്ക്ക് കുതിര കയറരുത്, നീ അങ്ങനെ ആയതുകൊണ്ടാണെന്നും പറഞ്ഞ് കുതിര കയറത്തില്ല എന്നുള്ളൊരു ട്രസ്റ്റ് നമുക്ക് കൊടുക്കണം. നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ അടുക്കെ എല്ലാം പറയണം, നമ്മളുടെ അടുക്കെ വിശ്വാസം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ടും കൊടുക്കണം. അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് ഒരു വിശ്വാസം കൊടുത്താൽ മാത്രമേ അവരും തിരിച്ച് നമ്മളെ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്നിട്ട് നമ്മുടെ പിള്ളേരൊക്കെ എന്നെ വിശ്വസിക്കണം, പക്ഷെ ഞാൻ പറയത്തില്ല അച്ഛൻ്റെ കൂടി ഇന്ന് എവിടെയാ പോയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലതും വിശ്വസിക്കും. ഓ, അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാം, അപ്പൊ നമുക്കും ചെയ്യാമെന്നുള്ളതേ വരുള്ളൂ. അതിനോടൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇറ്റ് ഈസ് ലൈക്ക്, പിന്നെ ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ വെച്ചിട്ട് മാറി മാറി വരും, അങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ സെഗ്മെന്റും കൂടെ ഉള്ളൂ. ഓ, കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 4-5 എപ്പിസോഡിലുള്ളതായി. ഞാൻ ചെലച്ച് അല്ലാതെ നമ്മൾ ഹാർട്ട് ടു ഹാർട്ടിന്റെ പ്രോപ്പർ സെഗ്മെന്റ്, അത് നമ്മൾ ഏത് സെലിബ്രിറ്റീസ് വന്നാലും ഇവിടെ എടുക്കും. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അതിന്റെ മുന്നേ ഇപ്പൊ എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒന്ന് ശ്രുതിയുടെ ഇന്റേണൽ മറ്റേ ഹെൽത്ത് ഇഷ്യൂനെ പറ്റിയിട്ടുള്ള ഒരു സെഗ്മെന്റ് പ്രോപ്പർലി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് സംതിങ് റിലേറ്റഡ് ടു പെർഫ്യൂം. അതിന്റെ രണ്ടിനെയും പറ്റി ഒരു ചെറിയൊരു സാരാംശം. ഇതിന്റെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഡയറ്റ് ആണോ എന്ന് ചോദിക്കുന്നവരോടും വീട്ടിലൊന്നും കഴിക്കാൻ തരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോടും ഉത്തരം പറിച്ച് ഞാൻ മടുത്തു. നമുക്ക് ക്യാമറാമാനെ മുന്നിൽ കൊണ്ടുവരണം. അതാണ്, ക്യാമറമാനെ മുന്നിൽ കൊണ്ടുവരണം. മെലിഞ്ഞു പോയോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഉള്ള ഉത്തരമായിട്ടാണ്. അപ്പം എനിക്ക് തോന്നി എഡ്യൂക്കേഷന്റെ കുഴപ്പമാണ് എല്ലാവരുടെയും. കാരണം ആർക്കും ഒന്നും അറിയില്ല, ആരെന്താണ് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ പ്രോപ്പറായിട്ട് അറിയാതെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നു. ഇതിപ്പോ നമ്മൾ ഒരാളുടെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ അറിയാതെ വെറുതെ ചെന്നിട്ട് ബോഡീനെ പറ്റി കമന്റ് ചെയ്യാതിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് തിങ്. ഇത് ഞാൻ പറയുമ്പോൾ ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇതിലെ ക്യാമറമാൻ എന്നോട് വന്നപ്പോഴേ ചോദിച്ചാൽ നീ മെലിഞ്ഞു പോയല്ലോ. സോ ദാറ്റ്സ് ദ തിങ്. ഞാൻ അങ്ങനെ കുറെ പേര് ചോദിക്കുന്നത് കൊണ്ട് ഐ തോട്ട് പീപ്പിൾ ആർ അൺഅവെയർ. ഇതെന്താണ് സാധനം, ഇതെന്താണ് അവരുടെയൊക്കെ വിചാരം. ഓ, നടിയല്ലേ, ഇപ്പൊ ഡയറ്റൊക്കെ ആയി കാണും, അങ്ങനെ ഫാഷന് വേണ്ടിയിട്ട് മെലിഞ്ഞതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനാന്ന് പോലും അറിയത്തില്ല. ഇതിനു മുന്നേ ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലും അറിയാൻ മേലാത്തവരാണ് വന്നിട്ട് പറയുന്നത് ഇതെന്താ കൊട്ടനടിച്ച പോലെ ഇരിക്കുന്നത്, വീട്ടിൽ വല്ലതും തന്നൂടെ, ഈർക്കിലിയിൽ ഇതുപോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഞാൻ നല്ല ഡിപ്രഷൻ പീക്ക് നിൽക്കുന്ന സ്റ്റേറ്റിലായിരുന്നു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. എന്താ ചുള്ളിക്കമ്പയിൽ ഡാൻസ് കളിക്കുന്ന പോലെ, അങ്ങനെയൊക്കെ ഞാൻ ഡാൻസ് കളിക്കുന്നത് നിർത്തിയത്. അങ്ങനെ കുറെ കമന്റ്സ് വരും. അപ്പൊ ഐ തോട്ട് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ പേരുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് കുറെ പേര് പേഴ്സണലി IBS-ന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യണം, ഇത് എന്തൊക്കെയാണ് ഇവർക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് IBS ആണെന്ന്. കാരണം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് തോന്നുന്നു ഒരു ടൺസ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് കൊളോണോസ്കോപ്പിയും എൻഡോസ്കോപ്പിയും ചെയ്ത് കഴിഞ്ഞാണ് ദേ കൺഫേംഡ് ദാറ്റ് ഐ ഹാവ് IBS. അതുവരെ എന്താ അസുഖമെന്ന് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞിട്ട് കുറേ മരുന്ന് കഴിച്ചു. എനിക്ക് മരുന്ന് പോലും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, എല്ലാം ഇഞ്ചക്ഷൻ വഴിയാണ്. എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് ഞാൻ ചക്കപ്പഴത്തിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ പോയി സിറിഞ്ച് വഴിയാണ് കയറ്റിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് ടാബ്ലറ്റ്സ് കഴിക്കാൻ പറ്റില്ല. 250 രൂപയ്ക്ക് ടാബ്ലറ്റ് യൂറിനറി ഇൻഫെക്ഷൻ്റെ കിട്ടേണ്ടത് ഞാൻ 5000 രൂപയുടെ മെഡിസിനാണ് പോയി ഇതിന്റെ എല്ലാം കൂടെ ആയിട്ട് കൊടുത്തത്. അത്രയും സ്ട്രഗിൾ ഉണ്ട്. ഇറ്റ് ഈസ് വെരി നമ്മളെ
ജീവിപ്പിക്കാൻ, അതായത് നമ്മുടെ ജീവൻ നിലനിർത്താൻ തന്നെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഈ സ്ട്രഗിള് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അസുഖം വരുമ്പം ഇത് ഡെയിലി ഹോസ്പിറ്റലിൽ ആയിരുന്നു. അപ്പം ഇതിനകത്ത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിൽ നിന്ന് വരുന്ന മെന്റൽ ട്രോമ വേറെ, മറ്റേ പ്ലസ് പാക്കേജ് ആണത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വെളിയിൽ വരാൻ കുറെ ബുദ്ധിമുട്ടി. അപ്പം നൗ ഐ ആം റെഡി ടു ഓപ്പൺ അപ്പ്. ഇപ്പൊ ഞാൻ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, എനിക്ക് ലക്ഷ്മി ചേച്ചിയാണ്. ഞാൻ കുറേ ഇടത്ത് കാണിച്ചു, ഞാൻ പിന്നെ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ലക്ഷ്മി മനീഷ് ആണ് എൻ്റെ ന്യൂട്രീഷനിസ്റ്റ്. ലക്ഷ്മി ചേച്ചീനെ ഞാൻ ട്രിവാൻഡ്രം പോയി കണ്ടതും കൺസൾട്ട് ചെയ്തതും ഒക്കെ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു. അപ്പോഴാണ് ലൈക്ക് IBS ഇപ്പോൾ കുറച്ച് ഇറിറ്റേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ബട്ട് മെഡിസിൻ ഇല്ലാതെ ഫുഡിൽ കൂടെ തന്നെ ക്ലിയർ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. അതാണ് ഇപ്പം എന്നെ കണ്ടപ്പോൾ ഒരു വ്യത്യാസം വന്നതിൻ്റെ കാര്യം. ഇറ്റ്സ് ബീൻ ഒരു 2-3 വീക്സ് ആയിട്ടുള്ളൂ. അപ്പം ഇറ്റ്സ് വർക്കിംഗ്. അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ അവർക്ക് കൊടുക്കണമല്ലോ, ഇത് എങ്ങനെ ഇതാവാന്ന്. അതറിയാതെ ഞാൻ വെറുതെ ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഐ തോട്ട് ഓക്കെ അതിൽ ഇതാകാന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദ പെർഫ്യൂം തിങ് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഭയങ്കര പെർഫ്യൂം ഹോളൊക്കെയാണ്. എനിക്ക് എവിടെ കണ്ടാലും കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്രമണത്തിൽ വാങ്ങിക്കാൻ തുടങ്ങും. പിന്നെ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പം അത് കാരണം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പെർഫ്യൂമിന്റെ ദ പെർഫ്യൂം ഗേൾ എന്നും പറഞ്ഞിട്ട് ഒരു പേജും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ രണ്ടും അടിപൊളിയായിട്ട് പോട്ടെ. നമ്മളെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകുന്നത് ഹാർട്ട് ഞാൻ ഇടാനുള്ള ഞാൻ നിനക്ക് തന്നു. അപ്പൊ ഇതിന്റെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് കാണിക്കും, അത് നീ ആയിട്ട് റിലേറ്റ് ചെയ്ത ഫോട്ടോസ് ആണ്. ഓക്കെ, നീ എന്തെങ്കിലും ഐ മീൻ ഇത് കുറച്ച് സീരിയസ് ആണ് കേട്ടോ. നീ ഒരു വെൻ യു ആർ മേ ബി 80 ഒക്കെ പ്രായമായിട്ടിരിക്കുന്ന സമയത്ത് നീ 80 കിടക്കട്ടെ, അപ്പൊ ആ ഒരു ഏജില് ഒക്കെ നീ എത്തുമ്പോ നീ തിരിഞ്ഞ് ആലോചിക്കുമല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോ ഒരാളെ പറ്റി നമുക്ക് 10 കാര്യത്തിനേക്കാളും ഒരു കാര്യമായിരിക്കും സ്ട്രൈക്ക് ആയിട്ടുണ്ടാവുക. എനിക്ക് ഇപ്പഴേ അങ്ങനെ അടി, ഞാനപ്പോ തള്ളവായി ഭയന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യം എന്തായിരിക്കും എന്നുള്ളത് മാത്രം പറയാം. ഓക്കെ, ലെറ്റ് മീ ട്രൈ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നല്ല ഫസ്റ്റ് ഫോട്ടോ. ഈ ഫോട്ടോ നീ കൊണ്ടുവരാൻ തരുമോ? നിനക്കുള്ളതാ ഈ ഫോട്ടോസ് മുഴുവൻ നിനക്കുള്ളതാ. ഓ താങ്ക് യു. ഓ ഐ ലവ് ദിസ് പിക്. താങ്ക് യു. ഇതിനകത്ത് നിനക്ക് 80 വയസ്സാകുമ്പോ നീ ആലോചിച്ചാൽ മതി അമ്മേനെ പറ്റി അമ്മമ്മേനെ പറ്റി നീ എന്തായിരിക്കും കരയോ? മിക്കവാറും 80 വയസ്സാകുമ്പോൾ ആലോചിച്ചാൽ എന്തായാലും കറിയോ. ഞാൻ ആദ്യമായിട്ടൊക്കെ എനിക്ക് ഇന്റർവ്യൂ കരയാൻ അയ്യേ നമുക്കാണ്. ഞാന് ഇവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരെ. മേ ബി അതായിരിക്കും കാരണം ഇവർ രണ്ടുപേരും എന്നെ പ്രാഗിട്ടുണ്ട്, നിനക്കൊരു കൊച്ചാകുമ്പോൾ നീ അനുഭവിക്കാം. ഞാൻ ഈവൻ കൊച്ചായില്ലെങ്കിൽ കൂടെയും ഐ നോ ഡയറക്ട്ലി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള 2 വ്യക്തികളാണ്. അപ്പം പക്ഷെ സ്റ്റിൽ ദേ ലവ് മീ. അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പം അത് കാരണം എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു കാര്യം. ഒരു പേഴ്സണൽ കാര്യമുണ്ട് ഞാൻ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള, അതായിരിക്കും ഡെഫിനറ്റ്ലി. ഞാൻ എന്നാലും അവരോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ കൈ തന്നതാ. ഓ താങ്ക് യു. ഞാൻ അങ്ങനെ ഒരു സാധനം ഇന്നേ വരെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതിനല്ലേ ഞാൻ ഈ ഇന്റർവ്യൂ ഏറ്റെടുത്തേ. ഓ അയ്യോ. ബ്രേക്ക് വേണം. 4000 രൂപയുടെ മേക്കപ്പാണ്. ഇല്ല നോ. ഓക്കെ, സോ ഒറ്റ കാര്യം പറയാവോ? ഞാൻ ചക്കപ്പഴം സെറ്റിൽ പേടിച്ച് ഓടിയിരുന്ന ഒരേ ഒരു വ്യക്തി ഇതാണ്. ക്യാപ്പച്ചിനോ. ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പലർക്കും എത്രത്തോളം റിലേറ്റ് ചെയ്യാം, പക്ഷെ എനിക്ക് എൻ്റെ മോനെ പോലെയാണ്. ഞാൻ രാത്രി വാവോ ഒക്കെ പാടി ഉറക്കും, അങ്ങനെയൊക്കെയാണ്. കാരണം ഞാൻ ഭയങ്കര ബ്രേക്കായ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. തിരിച്ചു പിടിച്ചിട്ട് പറയാം, മനസ്സിലാവും ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും വരും. മോനെ പോലെയാന്നൊക്കെ. അതെ ഇതാണ് എൻ്റെ മോനെ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാത്രിയിൽ ആരാരോ ഒക്കെ പാടിയാണ് ഉറക്കുന്നത്. എന്നാലും അവൻ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കയ്യിലെ കിടക്കാറുള്ളൂ. അതിപ്പോൾ എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുക്കലാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ നടുക്കേ അവൻ കിടക്കുള്ളൂ. അങ്ങനെയാണ്. ഇവനെ എടുത്തതിൻ്റെ ഒരു കേസ്, ഞാനൊരു ഡോഗ് പേഴ്സണേ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പട്ടിനെ കണ്ടാൽ നിന്നൊക്കെ പേടിയായിരുന്നു. ഞാൻ അപ്പുറത്തെ എൻ്റെ വീട്ടിലൊരു 6-7 പട്ടി ഉണ്ടായിരുന്നിട്ടുണ്ട് ഓരോന്നായിട്ട്. എന്നാലും എല്ലാത്തിനും കണ്ടാലും ഞാൻ മറ്റേ റൂമിൽ കയറി കഥ തുടക്കി. ഞാൻ അതിനെ ഇറക്കുമ്പോൾ ഒന്നും ഞാൻ ഇറക്കത്തില്ല. പിന്നെ ഒരു കാറ്റി ഉണ്ടായിരുന്നു, അവളുടെ അടുക്കൽ മാത്രം ഇങ്ങനെ നോക്കിയുള്ള സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ IBS ഒക്കെ വന്നു കഴിഞ്ഞിട്ട്
എനിക്ക് ഞാൻ അത്രയും ബ്രേക്കായി, എന്നെ എല്ലാവരും ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്, എൻ്റെ കരിയർ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും എനിക്ക് മറ്റേ ഇതിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അഭിനയിക്കണം, അങ്ങനെയൊക്കെ നിന്ന ഒരു പോയിന്റിൽ എനിക്ക് ആരും ഇല്ലാന്ന് തോന്നിയ സമയത്ത് എന്നെ കൈപിടിച്ച് കരകയറ്റിയവനാണ് ഇവൻ. സോ ഹീസ് ലൈക്ക് മൈ എവറിത്തിങ്. അതുകൊണ്ടാണ് ഞാൻ ഞാൻ ടാറ്റൂസ് വളരെ ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു 5 വർഷത്തെ ടൈം എടുത്തിട്ടാണ് എൻ്റെ ഫസ്റ്റ് ടാറ്റൂ ഞാൻ ചെയ്യുന്നത് ബാക്ക് നെക്കിൽ. അത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ടാറ്റൂ ചെയ്യുന്നത്. ദിസ് ഈസ് ഡിസൈൻഡ് ബൈ മീ. അതും ഞാൻ തന്നെ ഡിസൈൻ ചെയ്തത്. ഇത് ഫുൾ എൻ്റെ ലൈഫ് സ്റ്റോറി ഉണ്ട് അതുവരെ ഉള്ളത്. ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് മൊത്തം ഈ ടാറ്റൂവിലുണ്ട്, ആ കഥ മൊത്തം. ബിക്കോസ് ഞാൻ മരിക്കുമ്പം എനിക്ക് കൂടെ കൊണ്ടുപോകേണ്ട സാധനമാണ്. ഞാൻ ഒരിക്കലും അത് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തോ ഒന്നും ചെയ്തിട്ട് എനിക്ക് അതിലൊരു റിഗ്രറ്റ് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തേർഡ് ടാറ്റൂ എന്ന് പറയുന്നത് എൻ്റെ കാലിലാണ്. അത് ഇവന്റെ പാവമാണ്. അത് ഇവന്റെ പ്രിന്റ് എടുത്ത്, കാരണം മൈ ഹീലർ എന്നാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് ട്രൂ. ഹീസ് മൈ ഹീലർ. ഹീസ് മൈ ഹീലർ. ഭയങ്കര ക്യൂട്ടായി. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അടുത്തോട്ട് പോകാത്തത്. കാണാൻ ഭയങ്കര രസമാണ്. എന്റെ കൊച്ചു പാവമാണ്. ഈ പെണ്ണിനെ സാധനാക്കും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ആളെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇതിൽ അറിയേണ്ടത്, നീ പണ്ട് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്തിരുന്ന ഒരാളാണ്, ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിരുന്ന ഒരാളാണ്. അതിന്ന് കുറെ ഡ്രിഫ്റ്റായി യു ലോസ്റ്റ് ഇൻ ടച്ച്, മൊത്തത്തിൽ പോയി ഡാൻസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ അത് റീസ്റ്റാർട്ട് ചെയ്യണതും നീ ആളുടെ കൂടെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴും ഷീ ഗോട്ട് കണക്റ്റഡ് ടു ഡാൻസ് അഗൈൻ. അപ്പൊ എനിക്ക് ഡാൻസിനെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചും അറിയണം. ദ തിങ് ഈസ് ദാറ്റ് ഞാൻ ഈ പറഞ്ഞ എല്ലാം എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഡാൻസ് പഠിക്കുന്നത് എൻ്റെ അമ്മ എന്നെ മറ്റേ ഒക്കത്ത് വെച്ച്, ഞാൻ നല്ല വണ്ണമുള്ള കുട്ടിയായിരുന്നു കേട്ടോ, നിങ്ങൾ പറഞ്ഞ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ഫോട്ടോ തരാം. അങ്ങനെ ഭയങ്കര വണ്ണമുള്ളതായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഡാൻസ് പഠിക്കണമെന്ന്. അപ്പോൾ അമ്മ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഷീ കുഡിൻ കണ്ടിന്യൂ, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ അമ്മ എന്നെ കൊച്ചിലെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഡാൻസ് പഠിപ്പിക്കണം. അതുകൊണ്ട് അമ്മ എന്നെ എടുത്തുകൊണ്ട് പോയി ബസ്സിലൊക്കെ കയറി നടന്ന് അങ്ങനെ പോയി ഡാൻസ് പഠിക്കാൻ. എവിടെയാണെന്ന് ശരണ്യ മോഹൻ്റെ YKB, അവിടെയാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത്രയും ദൂരം ആയതുകൊണ്ട് പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഗിരിജ ടീച്ചറിൻ്റെ അടുക്കലാണ്. 3 വയസ്സിലാണ് ഞാൻ ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ദാറ്റ് ബിക്കെയിം മൈ ലൈഫ്. എനിക്ക് ഭരതനാട്യത്തിൽ ഡിഗ്രി ഒക്കെ എടുക്കണമെന്നായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛന് ഡാൻസിനെക്കാട്ടിലും അച്ഛന് എന്തെങ്കിലും സ്റ്റഡി റിലേറ്റഡ് എടുക്കണം എന്നുള്ള രീതിയിൽ അതിന് സാഹചര്യങ്ങളും അത്രയും ഇതിൻ്റെ സ്കോപ്പൊന്നും അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ചക്കപ്പഴത്തിൽ വരുന്ന ടൈം വരെയും ഡാൻസ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് വാസ് ഓൾവേസ് വിത്ത് മീ. പക്ഷേ ഇത് വന്നു കഴിഞ്ഞ് ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബോഡി വീക്ക് ആകാൻ തുടങ്ങി. എനിക്ക് അത്രയും നേരം നിന്ന് കളിക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം മുട്ടും. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഒമിക്രോണും വന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, വള്ളികളെല്ലാം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് വെരി വീക്ക്. എനിക്ക് ഈ ബോഡി ഷേമിങ്ങിൻ്റെ കൂടെ എനിക്ക് തന്നെ എനിക്ക് ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം ഇടുമ്പോൾ എനിക്കൊരു ഭംഗിയില്ലാത്തതുപോലെ. ഭരതനാട്യം ഈസ് ഓൾ അബൌട്ട് ഗ്രേസ്. അതിനൊരു ഗ്രേസ് ഉണ്ട്, അതിനൊരു ഭംഗിയുണ്ട്. അപ്പം അതിനേക്കാൾ ഉപരി നമ്മൾ ആൾക്കാരെ ആസ്വദിക്കണമെങ്കിൽ നമ്മളത് ആസ്വദിച്ച് കളിക്കണം. അപ്പം നമ്മുടെ മൈൻഡിൽ ഇത്രയും കൺസേൺ വെച്ചോണ്ട് നമുക്ക് കാലിൽ ചലങ്കെടുത്ത് കെട്ടാൻ പറ്റത്തില്ല. അത് കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. അത് കാരണമായിരിക്കും ഞാൻ കുറേ നാൾ കളിക്കായിരുന്നെന്ന്. ഞാൻ അത് കാരണം ഇതങ്ങ് പതുക്കെ അങ്ങ് സൈഡാക്കി വെച്ചൊരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചക്കപ്പഴം സീസൺ 2 നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സുപ്രഭാതത്തിൽ ഐ തോട്ട് ഐ വോണ്ട് ടു റീസ്റ്റാർട്ട് എന്നുള്ളത്. അങ്ങനെ അച്ചേച്ചീൻ്റെ അടുക്കെ പോയി. അബാദേട്ടനെ എനിക്കറിയാം പേഴ്സണലി, അച്ചേച്ചിയുടെ ഗുരുവായിരുന്നു, അങ്ങനെ അറിയാം. അബാദേട്ടൻ്റെ അടുക്കെ പോയി. ഹീസ് എ വണ്ടർഫുൾ ഗുരു. എല്ലാം ഒന്നേന്ന് തന്നെ പൊടി തട്ടി അങ്ങനെ ഐ എം സ്റ്റഡിങ് റൈറ്റ് നൗ. അപ്പം വീണ്ടും ഈ വ്യക്തി ശ്രുതിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന റീല് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. രജനീകാന്തിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടു. ആക്ച്വലി ഡാൻസ് ടീച്ചർ ആണത്. അതാ, ഇതെന്റെ ഡാൻസാറാണ്. സാറിന് ഇപ്പൊ വെളിയിൽ നടക്കാൻ പറ്റുന്നില്ല എന്ന് സാർ എന്നോട് പറയാറുണ്ട്. കാരണം സാർ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം സാറിനേക്കാൾ മൂത്ത ആൾക്കാരാണ്. ഞാൻ സാറിന് വിളിക്കാറില്ല, ചേട്ടൻ്റെ മൂത്ത ആൾക്കാരാണ്. അപ്പൊ ചേട്ടനേക്കാൾ ഇളയ ആൾക്കാരും ഇത്രയും ചേട്ടൻ ക്ലോസ് ആയിട്ട് ഇടപഴകുന്ന ഒരാളും ഞാനാണ്. അപ്പൊ അവർ നോക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മറ്റേ ഇണ ചേർന്ന് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ കെട്ടിപ്പുറത്ത് കളിക്കുന്നതൊക്കെ കേട്ടപ്പോൾ അവർ വിചാരിച്ച എന്റെ ബോയ് ഫ്രണ്ട് ആണ്. ഇരിക്കട്ടെ, ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ല. ഞാൻ പറയാ അതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയാം. അപ്പൊ അപാതാട്ടൻ്റെ അമ്മ എന്നോട് പറയും ലാസ്റ്റ് ഞാൻ വെച്ച് കെട്ടിക്കും കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഗുരുവാണ് ഗുരു എന്ന് പറയും. പക്ഷെ അല്ല, എൻ്റെ ഡാൻസറാണ്. ആൻഡ് ഹീസ് എ ജം ഓഫ് എ പേഴ്സൺ. സോ
ഈ ഒരു യാത്ര നീ ചെയ്തതിന്റെ പിക്കാണ്. ഐ നോ വാട്ട് പേഴ്സണൽ ഇറ്റ് ഇസ്. റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ റിവീൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് ദ പേഴ്സൺ. ഞാൻ എവിടെയാണ് യാത്ര? എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയത്ത് അവള് ചെയ്തൊരു യാത്രയാണിത്. കുടജാദ്രിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഈ പെണ്ണിന് എന്നെ എല്ലാം അറിയാം, എല്ലാം നോക്കിക്കൊണ്ടിരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു. യെസ്, ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഇവിടെ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണുമ്പം ഒരു കോ ആർട്ടിസ്റ്റ് നാത്തൂനായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെ പോയി നിന്നിട്ട് ഉള്ള ഒരു ഫോട്ടോ മാത്രമാണിത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് ട്രൂ അല്ലേ, ഫോട്ടോ സ്പീക്ക് എ ലോട്ട് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി ബ്രേക്ക് ആയ ഒരു സമയത്ത് ചക്കപ്പഴം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സീൻ അഭിനയിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഞാൻ എത്രയും ബ്രേക്ക് ആയാലും ഐ വിൽ ഗോ ആക്ട്. പക്ഷെ ഞാൻ ലിറ്ററലി സീൻ, നിനക്കറിയാമത്, ഞാൻ സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സോൺ ഔട്ടൊക്കെ ആയി പോവുമായിരുന്നു. അങ്ങനെ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഐ ആസ്ക് മൈ ഡയറക്ടർ വിനോദേട്ടനോട് പറഞ്ഞു, ഐ എം ഡിപ്രസ്ഡ്, ഞാൻ ഡിപ്രഷൻ്റെ പീക്കിലെത്തി, ഐ കാൺ ടോക്ക് ടു എനിവൺ, എന്നെ ഇവിടുന്ന് ഒന്ന് വിട്ടു തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഒന്ന് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് ഹി വാസ് സോ അണ്ടർസ്റ്റാൻഡിങ്. വിനോദേട്ടൻ എൻ്റെ അടുക്കയിൽ നീ ഓക്കെ ആയിട്ട് തിരിച്ചു വന്നാൽ മതി, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാക്കി സീൻസ് എല്ലാം വിനോദേട്ടൻ ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആ പോയിന്റിൽ എന്നെ സെറ്റ് ചെയ്ത് വിടുന്നത്. ഞാൻ അന്ന് അവിടുന്ന് പോയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിന്ന് എനിക്കും തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ നിന്നിട്ട് ഞാൻ അടച്ചു മൂടി കർട്ടനും ഒക്കെ ഇട്ട് മറ്റേ ഇരുട്ടത്ത് കയറി ഒരു റൂമിനകത്ത് നിന്നിട്ട് എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ വെളി വരണം. ഞാൻ നോർമലി ചെയ്യുന്ന ട്രിക്സ് എല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയില്ല. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പോയിന്റിൽ അച്ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിക്കാം, നീ മൂകാംബികയ്ക്ക് വരുന്നോന്ന്. ശരി ചേച്ചി, വെട്ടി പാക്ക് ചെയ്ത് എപ്പോൾ പോവാമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞു നാളെ വെളുപ്പിന്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഫൈൻ, ബാ പോവാമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് എങ്ങനെ പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, ഐ ഹാവ് നോ ഐഡിയ. അങ്ങനെ പെട്ടി പാക്ക് ചെയ്ത് യുനൈസേട്ടനും ഞാനും അച്ചേച്ചിയും കൂടെ പോയ ട്രിപ്പിലെടുത്ത ഫോട്ടോയാണിത്. ആ ട്രിപ്പ് പോയി ഞങ്ങൾ കാറിലാണ് പോയത്. ആ ഓൺ റോഡ് മൊത്തം ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് തെറാപ്പി സെക്ഷൻ തരുമായിരുന്നു. ഞാൻ എന്തിനാണോ വിഷമിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത് മൊത്തം. എന്നിട്ട് ഞങ്ങൾ അങ്ങ് വരെ സംസാരിച്ച് ചേച്ചിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് അവിടെ ചെന്നു. ഞങ്ങൾ ഫ്രഷപ്പായി രാവിലെ മൂകാംബിക ദേവീനെ തൊഴുത് ഇറങ്ങി. ഐ ഫെൽ ലൈക്ക് റിജുവിനേറ്റിംഗ്. എനിക്ക് അത്രയും, നമുക്ക് ശരിക്കും ഒരു നല്ലൊരു സ്പായ്ക്ക് പോയാൽ ചിലർക്ക് ഒരു സുഖം കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു റെജുവിനേഷൻ ഫീൽ ചെയ്ത് സൗവർണിക നദിയിൽ പോയി കുത്തിയിരുന്നെടുത്ത ഫോട്ടോയാണിത്. ആൻഡ് ദിസ് ഈസ് സോ ഗുഡ്. That's a happy picture for you. Yeah, that's true. That is another happy picture. ഇതെല്ലാം പിക്കൊണ്ടിരുന്ന എനിക്ക് പേടിയാവും. ഇതിന് ഏതാ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് ഭയങ്കര ഹാപ്പി പിക്ചറാണ്. ശ്രുതി അറിയാതെ ശ്രുതിക്ക് വന്ന ഫാമിലി, അപ്പൊ ഞാൻ അറിയാതെ എനിക്ക് വന്ന എന്റെ കെട്ടിയവനും പിള്ളേരും, കുട്ടി ഒരു വയറിലൊരു കൊച്ചുണ്ട്. എടി ഇപ്പോഴും എന്നോട് പോകുമ്പോ ചോദിക്കട്ടെ, പിള്ളേരെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഭഗവാൻ എനിക്ക് എന്റെ കൊച്ചിനെങ്ങൾക്ക് ഇനി ജലസ് അടിക്കുമെന്നാ തോന്നുന്നത്. പിള്ളേര് ഇതെന്റെ സകുടുംബം, എന്റെ സന്തുഷ്ട കുടുംബം. ഇപ്പോഴും വളരെ സന്തുഷ്ട കുടുംബമാണ്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ചക്കപ്പഴം നിർത്തിയോ, അടുത്ത് തുടങ്ങുമോ? ഇറ്റ്സ് നോട്ട് അപ് ടു അസ്. കാരണം ചക്കപ്പഴം നിർത്തുന്നതും തുടങ്ങുന്നതും ഒക്കെ ഫ്ലവേഴ്സുകാരുടെ കയ്യിലാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അത് ഇതൊന്നുമല്ല, ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും അതിൻ്റെ ഒരു പ്രോഗ്രാം നടത്തുന്നവരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നു ചക്കപ്പഴം എനിക്ക് തന്ന ഏറ്റവും നല്ല ഗിഫ്റ്റുകളാണ് ഇവർ രണ്ടുപേരും. കാരണം അർജുനേട്ടൻ എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ ലിറ്ററലി എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ പെരുമാറുന്നത്. ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് അത് സൗഭാഗ്യത്തെ അതിന് കൂട്ട് വെക്കും. എന്നിട്ട് ചിലപ്പോൾ വിളിച്ചിട്ട് ചീത്ത പറയും, ചിലപ്പോൾ അഡ്വൈസ് പറയും, ചിലപ്പോൾ പറയും നീ എന്തിനാണ്. നമുക്കൊരു പാർട്ട്ണറെ എങ്ങനെ ഒരു സപ്പോർട്ട് തരണം, അത് അർജുനേട്ടൻ എനിക്ക് തരാറുണ്ട് ഓഫ് സ്ക്രീനിൽ കൂടി. കാരണം ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കുന്നത്, നീ പോയി ചീള് പൈലുകളോട്, ഈ മറ്റേ തിരുവനന്തപുരം ലാംഗ്വേജ്, അവ ചീള് പൈലുകളോട് നീ ഇതാകാൻ വേണ്ടി നീ എവിടെ കിടക്കുന്ന നിങ്ങൾ അവിടെ കിടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പറയും. ഹിസ് ലൈക്ക് വെരി സപ്പോർട്ടീവിനെക്കാട്ടിലും ഭയങ്കര മൂഡ് ചേഞ്ചറാണ്. നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നാലും പുള്ളി ഇങ്ങനെ വന്ന് 4 ഡയലോഗൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ കണ്ട ഒരു മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു മനുഷ്യനാണിത്. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഹി ഹാസ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. ആ തോളിൽ ചുമക്കുന്ന പോലത്തെ പ്രശ്നം നമ്മൾ പറയത്തില്ല, ചിലരുടെ തോളിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ വെളിയിൽ കാണില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ അങ്ങനെ ഒരാളാണ്. അതേപോലെ ഞാൻ കണ്ട മറ്റൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, 2 കുടുംബമുണ്ട്. അങ്ങനെ ഇതെല്ലാം
ഉണ്ടായിട്ടും ചില്ലായിട്ട് ചിരിച്ച് ഭയങ്കര ജോളി ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ലൈക്ക് വെരി ജം ഓഫ് എ പേഴ്സൺ. എനിക്ക് എൻ്റെ സർക്കിളിൽ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള, ഞാൻ എപ്പോഴും ഡെയിലി കോണ്ടാക്ട് ഉള്ള വ്യക്തികളിൽ ഒരാളാണ് അർജുനേട്ടൻ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് അതെ സത്യം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് ഒരു മദർലി ഫീല് തന്ന ഒരു വ്യക്തി ഇവനാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് നിന്റെ മോൻ വരുമ്പോൾ പഠിക്കും എന്നൊക്കെ പറയാൻ, മോള് വരുമ്പോൾ പഠിക്കും എന്നൊക്കെ പറയുന്നത് പോലെ കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ദേഷ്യം തോന്നുമ്പോഴും ഇതെപ്പോഴും എനിക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇനിയും നമ്മൾക്ക് വരുമ്പം ഇങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്യരുത്, ചെയ്യണം, ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചത് ഇവനാണ്. പിന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ജനിച്ചതും വളർന്നതും എല്ലാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ നിന്നത് കൊണ്ട് അവന് കുറച്ചും കൂടെ ഒരു മെച്ചുവർലി ഇതുണ്ട്. അപ്പം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഒക്കെ എന്നെ പഠിപ്പിച്ചത് അതാ. പക്ഷെ അവൻ ഒരിക്കലും ഇന്നേവരെ എന്നെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല അമ്മയെന്നല്ലാതെ. ഇപ്പൊ വിളിക്കുമ്പോഴും അമ്മയെന്ന് തന്നെ വിളിക്കലുള്ളൂ. ആൻഡ് ദാറ്റ് ഫീൽസ് ദാറ്റ് വാംത്ത്. അതുകൊണ്ട് എനിക്ക് പിന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അവന്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എല്ലാം ഒരു മറ്റേ യൂണിവേഴ്സൽ അലൈനിങ് പോലെ അങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ ഇന്നത്തെ ഒരു ബേബി ബം ഉണ്ട് കേട്ടോ, ഞാൻ ഗർഭിണിയാണ്. ഈ ഗർഭം എൻ്റെ അല്ല, എന്നാലും അതിനകത്ത് ഈ ഗർഭത്തിന്റെ ഉത്തരവാദിയും ഈ പറഞ്ഞത്. പക്ഷെ അവളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. എന്നാലും അവൾ ഈ പറയുന്നത് പോലെ ഒരു ബേബി ബം ആയിരുന്നപ്പോ തൊട്ട് ഈവൻ അവളെ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അറിഞ്ഞപ്പോ തൊട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അനുചേച്ചിയായിട്ട് അത്രയും കണക്ട്. അതിന് മുന്നേ അനുചേച്ചി ഇവിടെ നമ്മളുടെ കോർഡിനേറ്റർ ആയിരുന്നു ചക്കപ്പഴത്തി. അതിന് മുൻപേ എൻ്റെ ടീച്ചറായിരുന്നു. ഞാൻ UG പഠിച്ച സമയത്ത് എൻ്റെ ടീച്ചറായിരുന്നു. ഇത് അനുചേച്ചിയുടെ മോളാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബന്ധം. അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് പല ടൈപ്പിൽ ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനത്തെയാണ് വെരി സ്പെഷ്യൽ ഫാമിലി. യെസ്. അപ്പൊ ഇനി ലാസ്റ്റ് ഒരു ഫോട്ടോ ആണ്. സത്യസന്ധമായിട്ട് പറയാം, ഈ ഫോട്ടോ എനിക്ക് എൻ്റെ ഈ ചാനലിലെ ക്യാമറ നേരത്തെ ശ്രുതി മെലിഞ്ഞു എന്ന് പറഞ്ഞ അതേ ചേട്ടൻ തന്നതാണ്. ഞാൻ പ്രിപ്പയർ ചെയ്ത സാധനമല്ല. ഈ ഫോട്ടോ സത്യസന്ധമായിട്ട് ഇത് എനിക്ക് ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണ്. ശ്രുതി ഈ വ്യക്തി തമ്മിലുള്ള ബന്ധം അറിയാൻ വേണ്ടിയിട്ട്. എനിക്കും അറിയില്ല ശ്രുതി പരിചയമുണ്ടോ, ശ്രുതിക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മൂപ്പര് തന്ന ഫോട്ടോ ആണ്. നിനക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ പറയാം. അല്ല, അനുചേട്ടന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, ഉണ്ണി മുകുന്ദനെ പോലെ ഒരാളെ കല്യാണം കഴിച്ചൂടെ എന്നാണ്. അല്ല അനുചേട്ടാ, അതാണ് അനുചേട്ടൻ. ഇതിനകത്ത് നീ സർക്കാസം മനസ്സിലാക്കണം. ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അത് മാത്രമേ ബന്ധമുള്ളൂ. ഉണ്ണി മുകുന്ദൻ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. വിഷമമൊന്നും തോന്നരുത്, അഹങ്കാരമല്ല. എന്തിനാ ഇതിട്ടെന്ന് എനിക്കും അറിയില്ല. അതാ അനുചേട്ടൻ എനിക്ക് വല്ല താല്പര്യം ഉണ്ടോ, എന്താണ് ഇതിനകത്ത് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഉണ്ണി മുകുന്ദൻ കണ്ട് തെറ്റിദ്ധരിക്കൊന്നും പറഞ്ഞിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ റിയലി ലൈക്ക് യുവർ മൂവീസ് ആൻഡ് ഓൾ. അപ്പൊ ഈ ഫോട്ടോ എനിക്ക് വേണ്ട, ഇത് വേണ്ട. അയ്യോ, അത് അടുത്ത ആൾക്ക് കൊടുക്കാം. ഉണ്ണിമുകുന്ദനായിട്ട് ബന്ധമുള്ള ആരെങ്കിലും വരും. അതെ. അപ്പൊ അല്ല, എന്താന്നറിയാം, ചിലപ്പോ ഉണ്ണിമുകുന്ദനെ എപ്പോഴും മറ്റേ എല്ലാ മലയാളം ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ യങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അവരൊക്കെ ആയിട്ട് ഇത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ നമുക്ക് തന്നത്. എനിവേസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതിന് മുന്നേ ഞാൻ പറയാം, ഇപ്പൊ ശ്രുതി ഇത്ര സമയം സംസാരിച്ചതിൽ എനിക്ക് പേഴ്സണലി ലൈക്ക് ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ ക്രൈ വെൻ ഐ ടോക്ക് അബൌട്ട് ദിസ്. ബിക്കോസ് ഇപ്പൊ ഞങ്ങൾ 2018 നമ്മൾ കണ്ടതെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ ഡിബേറ്റ് ചെയ്ത് സ്റ്റഡീസിലേക്ക് പോയി. പിന്നെ ഞാൻ കൊച്ചിയിൽ വരുന്ന 2020. പക്ഷെ എന്നാലും ഞാൻ പതുക്കെ മീഡിയ ടേക്ക് ഓഫ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് 2022 അതായ സമയത്തും ഞാൻ കണ്ട സമയത്ത് ഇവിടെ RJ ആവാൻ നടക്കുകയാണ്. അതെ, RJ ആവണേ ഫോളോവേഴ്സ് കൂട്ടണം എന്ന് പറഞ്ഞു. അതെ, കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ഫോളോവേഴ്സ് വേണം, നമുക്ക് സോഷ്യൽ പ്രൊഫൈൽ വേണം എന്നുള്ള സാധനം പറഞ്ഞു. അപ്പൊ ഞാൻ 2022 എനിക്ക് എന്തായാലും മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് എന്നാലാവുന്ന ചെയ്യണം എന്നുള്ള തോട്ട് ഇതാക്കി നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. ശ്രുതിയുടെ കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ട്, പക്ഷെ ഐ ആം സംബഡി, നീ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് ചോദിച്ചിട്ട്, കാരണം അവളിരിക്കുന്ന ഒരു പൊസിഷൻ എനിക്കറിയാം. അപ്പൊ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു സാധനത്തേക്ക് എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷെ ചക്കപ്പഴത്തിന്റെ ഓഡീഷൻ വന്ന സമയത്ത് എന്നെ നീ അത് വിളിച്ചറിയിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, കുറച്ച് ദിവസമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അത് നീ വിളിച്ചറിയിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ എവിടെയെങ്കിലും ഞാനൊരു സാധനം അയക്കുമ്പോൾ എനിക്കൊരു പ്രൊഫൈൽ പോലും ഇല്ല. നമുക്കൊരു പ്രൊഫൈൽ കിട്ടുക ബിഗിനിങ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും വേറെ രീതിയിൽ മോശമായിട്ടൊന്നും, മോശം എന്നുള്ളതിനേക്കാളും എനിക്ക് ഞാനല്ലാതെ കിട്ടിയ സാധനം അല്ലല്ലോ. ആൻഡ് ഓഡീഷന് പോയ സമയത്താണെങ്കിലും
ഞാൻ പോയൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ സെലക്ട് ആവണേ. ആ 3 മാസം ഞാൻ ഇവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു തവണ പോലും എൻ്റെ അടുത്ത് വെറുപ്പിച്ചിട്ട് എനിക്ക് ഉത്തരം തരുവേ, അതിനെ അക്നോളജ് ചെയ്യാതിരിക്കേ, ഇതൊക്കെ ഞാൻ പേഴ്സണലി പറയാൻ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ ദിസ് ഇസ് എ നൈസ് പ്ലാറ്റ്ഫോം. കാരണം ഞാൻ അല്ലാതെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട്. കാരണം അവൾ ഒരു തവണ പോലെ എൻ്റെ അടുത്ത് അതിനെ അക്നോളജ് ചെയ്യാതിരിക്കേ, അല്ലെങ്കിൽ ഞാൻ ആ ചോദിക്കുന്നത് അവൾക്കൊരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുക ഒന്നും ചെയ്തില്ല. കാരണം നീ ആദ്യം പറഞ്ഞില്ലേ ജെനുവിൻലി ആ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് അവൾ അറിഞ്ഞത് കൊണ്ട് പലരും ആ സ്ട്രഗിളിങ് സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് എത്തുന്ന സമയത്ത് ദിൽ ഫൊർഗെറ്റ് ഹൗ ദേ കെയിം. ദാറ്റ്സ് ട്രൂ. ഐ ഹാവ് സീൻ ദാറ്റ് ഇൻ സോ മെനി പീപ്പിൾ. ഡയറക്ട്ലി അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ കുറേ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഷീ സംബഡി ഹു നെവർ ഫൊർഗോട്ട് ഹൗ ഷീ കെയിം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു ചെറിയൊരു സമയത്തിൽ അപ്പുറത്തേക്ക് നിന്റെ ജേർണി മുന്നോട്ട് തന്നെ ആയിരിക്കും. കാരണം ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ഐ എം റിയലി താങ്ക്ഫുൾ. കാരണം എൻ്റെ ലൈഫിലെ ആങ്കറിങ് അപ്പുറത്തേക്ക് നീ പറഞ്ഞ പോലെ എന്നെ മൂടി വെച്ച ഒരാളായിരുന്നു. അതായത് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പുറത്തോട്ട് വരാൻ പറ്റണില്ല. കാരണം ഞാൻ കോൺഷ്യസ് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആ ഓഡീഷൻ സ്ഥലത്ത് ഇവളെന്നെ ആദ്യം ട്രയൽ ചെയ്യിപ്പിക്കും, എന്നിട്ട് മാത്രമാണ് എന്നെ ക്യാമറേൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടുള്ളത്. ആ ഒരു ഹെൽപ്പ് നീ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ട് ഉണ്ടാവില്ലായിരുന്നു. സോ ഷീ ഈസ് ദ പേഴ്സൺ. എൻ്റെ ജേർണി അഭിനയത്തിൽ തുടങ്ങിയതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് is Shruti Rajinikanth's kindness. Totally. And I hope നീ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം ഐ ഓൾവേസ് ഞാൻ അങ്ങനെ കുറേ പേരുടെ കുറേ കാര്യങ്ങളിൽ ഇതായിട്ടുണ്ട്. ലുക്ക്, നമുക്ക് അറ്റ് ദ എൻഡ് ഈ പറയുന്ന ഒരു 80-ൽ നിന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ അതൊക്കെ ഉള്ളൂ. ദോസ് ഹു ഹെൽപ്ഡ്, നമ്മളെ സഹായിച്ചവരും നമ്മൾ സഹായിച്ചവരും മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ എക്സ്പെക്ട് ദ സെയിം ഫ്രം യു. അടുത്ത ആൾക്കാരെയും ലൈക്ക് കീപ് ഷെയറിങ് ദിസ് എന്നുള്ളത്. കാരണം ചിലപ്പം നമ്മൾക്ക് ഒരു 2-3 പേർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ മേ ബി വി ആർ മേക്കിംഗ് ദെയർ ഡ്രീം കം ട്രൂ. അപ്പം ഇതിപ്പം എൻ്റെ മാത്രം ലൈക്ക് ഞാൻ അതിനകത്തൊരു എഫേർട്ട് ഇട്ടു, പക്ഷെ നിന്റെ ലക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ആ ഒരു സാധനം വിളിച്ചു പറയാന്നുള്ളത്, ട്രസ്റ്റ് മീ, ഈ ഇൻഡസ്ട്രിയിൽ എത്ര പേര് ചെയ്യുന്നു എനിക്ക് 100% അത് ചെയ്യില്ല. 100% വ്യക്തി മാത്രമായിരിക്കും. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ ഓർക്കുക എന്ന് പറയുന്നത്, നീ എന്തിന് എന്നെ ഓർക്കണം? ഞാൻ നീയായിട്ട് കോൺടാക്റ്റിൽ ഡെയിലി ഉള്ള വ്യക്തിയല്ല. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യണോ, എന്തെങ്കിലും കാര്യങ്ങളുള്ളപ്പോൾ സംസാരിക്കണോ, എന്തിനങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എന്നെ ഓർക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കണ കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയ ഇമ്പാക്റ്റാണ്. എൻ്റെ ആ ഒരു 7 വർഷത്തെ ആഗ്രഹത്തിന്റെ സമയത്ത് ഞാൻ ദൂരെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് ആഗ്രഹിക്കണ സാധനത്തിലേക്കാണ് നീ എനിക്ക് ഫസ്റ്റ് കൈ തന്നെ. സോ താങ്ക് യു സോ മച്ച്. ഇന്ന് വന്നതിലപ്പുറത്തേക്ക് ദിസ് ഇസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ദ ബെസ്റ്റ് ഇന്റർവ്യൂ ആൻഡ് മൈ ഫേവറേറ്റ് ഇന്റർവ്യൂ ആയിരിക്കും. താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു